ഹലോ ഗൈസ്, ജിതനാണ്, യുവർ സ്പിരിച്വൽ ബഡി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസത്തിന് മുന്നേ, അതായത് ഏകദേശം ഒരു മാസത്തിന് മുന്നേ, ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ആഭിചാര ക്രിയകൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങൾ, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആളുകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് ആ വീഡിയോ. ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് പലരും ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് എൻ്റെ സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റഗ്രാമിൽ. ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പല ലക്ഷണങ്ങളും ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ എനിക്കിത് കൺഫേം ആക്കാൻ പറ്റുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ, ഇതേപോലെ വല്ല സൂചനകളൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. പലരും ചോദിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഈ പറയുന്ന സംഭവം നിങ്ങളുടെ ഫാമിലിയിലും ഇത് അഫക്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ കുറച്ച് ലോജിക്കലായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ആഭിചാരം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ നമ്മളിലൂടെ നെഗറ്റിവിറ്റി കൂട്ടുക എന്നാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ. അപ്പം നമ്മുടെ ഫാമിലിയിൽ ഈ പറയുന്ന നെഗറ്റിവിറ്റി അഫക്റ്റ് ചെയ്യും. നമ്മളത് മൈൻഡ് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് നോക്കാത്തതുകൊണ്ടാണോ നമുക്കിത് മനസ്സിലാവാത്തത്. പണ്ടുള്ളവരൊക്കെ കുറച്ചും കൂടി, അതായത് എൻ്റെ അച്ഛൻ്റെ കാലം മുതലുള്ളവർ, അതായത് എൻ്റെ അപ്പൂപ്പൻ്റെ കാലമുള്ളവരൊക്കെ കുറച്ചും കൂടി പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിച്ച് പോയിക്കൊണ്ടിരുന്നവരാണ്. നമ്മുടെ അച്ഛൻ്റെ കാലം വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ഒരു മോഡേണൈസേഷൻ സ്റ്റേജിലോട്ടൊക്കെ നമ്മൾ വന്നു തുടങ്ങിയത്. നമ്മളായി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി മോഡേണിലോട്ട് പോയി, പ്രകൃതിയായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കാത്തത്. പക്ഷേ പണ്ടുള്ളവർ ഇതൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. പല സൂചനകളൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അതിന് പക്കതായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തവർ മാറ്റുമായിരുന്നു. നമുക്കിതിനെപ്പറ്റി ഒന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തരാത്തതുകൊണ്ടാണ് നമുക്കിതൊന്നും അറിയാത്തത്. നമ്മൾ കുറച്ചും കൂടി പ്രകൃതിയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടോട്ടും പല സൂചനകളും നമുക്ക് തരുന്നുണ്ട്. ആ സൂചനകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മുടെ ഫാമിലിയിൽ നെഗറ്റിവിറ്റി വന്നിട്ടുണ്ടോ, ഈ പറയുന്ന നെഗറ്റിവിറ്റി വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. സോ ഒന്നാമത്തെ സൂചന എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ പണ്ട് മുതൽക്കുള്ളൊരു പണ്ടേ തുടങ്ങിയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇപ്പോൾ ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ സാധനം ചെയ്യണ്ടോ എനിക്കറിയില്ല. പണ്ടൊക്കെ വീട്ടിൽ തുളസി നട്ടുപിടിപ്പിക്കും. തുളസി ഒരു പുണ്യചെടി മാത്രമല്ല, അതിന് ആയുർവേദിക്കായിട്ടും പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് പനി വരുമ്പോൾ തുളസി എടുക്കാറുണ്ട്, ചുമ, അതിനൊക്കെ തുളസി യൂസ് ചെയ്യാറുണ്ട്. തുളസി ഒരു ഹെർബൽ മെഡിസിൻ കൂടിയാണ്. അതുകൊണ്ടാണ് തുളസി പണ്ടേ തുടങ്ങി നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത്. ഈ പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആഭിചാരം അല്ലെങ്കിൽ ഈ പറയുന്ന നെഗറ്റിവിറ്റി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെഗറ്റിവിറ്റി ആയിരിക്കുള്ളൂ ഞാൻ പറയുന്നത്. ഈ പറയുന്ന നെഗറ്റിവിറ്റി നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ ഈ പറയുന്ന തുളസിച്ചെടി അല്ലെങ്കിൽ കൂവളം അല്ലെങ്കിൽ താമര, ഇങ്ങനത്തെ പുണ്യചെടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന പുണ്യസസ്യങ്ങൾ വാടിപ്പോവും. അപ്പോൾ ഈ പറയുന്ന ഇത് കേട്ടിട്ട് പലരും പറയും വെള്ളം ഒഴിക്കാത്തതുകൊണ്ടായിരിക്കുള്ളൂ, ചൂട് കൂടിയതുകൊണ്ടായിരിക്കുള്ളൂ വാടിപ്പോയതെന്നൊക്കെ. നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ടാവും, ചൂട് കൂടിയിട്ടൊന്നും ആയിരിക്കില്ല. റീസൺ ഇതാണ്. കാരണം ഇതൊരു പോസിറ്റിവിറ്റി നൽകുന്നൊരു ചെടിയാണ്. മറ്റേതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി ഉണ്ടാകുന്നൊരു സാധനമാണ്. നെഗറ്റിവിറ്റി കൂടുമ്പോൾ പോസിറ്റിവിറ്റിക്ക് നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വരുമ്പോൾ ഇത് വാടിപ്പോവും ഡെഫിനറ്റ്ലി. രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പട്ടീനെ വളർത്തുന്നുണ്ടാവും, പൂച്ച അല്ലെങ്കിൽ മീൻ, ആട്, കോഴി, താറാവ് അല്ലെങ്കിൽ പശു, ഇങ്ങനത്തെ വളർത്തുമൃഗങ്ങളുണ്ടാവും. ഒരു സ്റ്റേജ്, കുറച്ച് നാൾ കഴിഞ്ഞ് കുറച്ചൊരു സ്റ്റേജ് ഈ പറയുന്ന പ്രോസസ്സർ കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രീം ആ നെഗറ്റിവിറ്റി ആയി കഴിയുമ്പോൾ ഇത് മരിക്കും. ഈ പറയുന്ന മൃഗങ്ങൾ, നമ്മുടെ വേണ്ടപ്പെട്ട നമ്മളോട് അത്രയ്ക്ക് മടങ്ങി നിൽക്കുന്ന മൃഗങ്ങൾ മരിച്ചു. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്കും ഈ പറയുന്ന മൃഗങ്ങൾക്കാണ് നമ്മളെക്കാളും കുറച്ചും കൂടി കൂടുതൽ സെൻസിറ്റിവിറ്റി ഉള്ളത് ഈ പറയുന്ന എനർജീസിനെ പറ്റിയൊക്കെ. സോ ഇവരുടെ ഫ്രീക്വൻസിക്ക് താങ്ങാൻ പറ്റാതിനും കൂടുതൽ നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മരിച്ചു. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പണ്ടൊക്കെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് വിളക്കിൻ്റെ സൈഡിൽ കണ്ട് ഒരു ചന്ദനത്തിരി അല്ലെങ്കിൽ ഒരു ധൂപൊക്കെ കത്തിക്കുമായിരുന്നു, അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ കുന്തിരിക്കൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറവാണ് എല്ലാവരും. നമ്മുടെ വീട്ടിൽ ചന്ദനത്തിരിയോ ധൂപോ ഈ പറയുന്ന നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ കത്തിച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന പോലെ ചന്ദനത്തിരി കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ധൂപ കത്തിക്കുമ്പോൾ ഒരു പ്ലസൻറ്റ് സ്മെല്ലുണ്ടാവും. ആ പ്ലസൻറ്റ് സ്മെല്ല് എന്ന് പറയുന്നത് ഒരു പോസിറ്റിവിറ്റിയാണ്. ആ പോസിറ്റിവിറ്റിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, അതിന് ആ സ്മെല്ല് നമുക്ക് പോലും ഫീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിന് സ്മെല്ലില്ലാത്തൊരവസ്ഥ വരും. കാരണം ഈ പറയുന്ന സംഭവം എൻ്റെ അടുത്ത് പലരും പറഞ്ഞു വരാറുണ്ട്. ഞാൻ വൈകിട്ട് വീട്ടിൽ വിളക്ക് കത്തിക്കും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഒരു ചന്ദനത്തിരി കത്തിക്കും. ചന്ദനത്തിരി കത്തിച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിരിക്ക് മണം ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചു വരാറുണ്ട്. വൺ ഓഫ് ദ റീസൺ ഇതാണ്. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ അസുഖങ്ങൾ വിട്ടൊഴിഞ്ഞിട്ട് ഒരു സമയം ഉണ്ടാവില്ല.
അതായത് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലാത്തൊരവസ്ഥ എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഒരാൾക്ക് അസുഖം വന്ന് മാറിക്കഴിയുമ്പോൾ അടുത്ത ആൾക്ക് ഇതിങ്ങനെ ലൂപ്പായിട്ട് വന്നുകൊണ്ടേയിരിക്കുക. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടറും പ്രത്യേകിച്ച് നോക്കിയിട്ടൊന്നും കാണാനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറും മരുന്ന് തന്നു വിടും. കുറച്ച് ദിവസം കഴിയുമ്പോൾ മറ്റാൾ മാറിയിട്ടുണ്ടാവും, വേറെ ആൾ കിട്ടിയിട്ടുണ്ടാവും. ഇതിങ്ങനെ ലൂപ്പടിച്ചുകൊണ്ടിരിക്കും. ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കുള്ളൂ ഒട്ടുമിക്ക സമയം, അല്ലെങ്കിൽ അസുഖങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കുള്ളൂ നമ്മുടെ ഫാമിലിയിൽ മൊത്തം പോവുക. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് പൈസയാണ്. നമ്മൾ ഹിന്ദു മിത്തോളജിയിൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ദേവി വാഴില്ല വീട്ടിൽ. ശരിക്കും പറഞ്ഞാൽ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും നമ്മൾ. മാസാവസാനം പോലും ഓൺലൈന് മുന്നേ നമ്മുടെ കയ്യിൽ കിടക്കുന്ന പൈസയൊക്കെ ഏതോ വഴിയിൽ കൂടി ഒഴുകിപ്പോയിട്ടുണ്ടാവും. കുറച്ചുകൂടി മൂർധന്യത്തിലോട്ട് എത്തുമ്പോൾ ജോലി പോയിട്ട് പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും. ഇതും ഇതിൻ്റെ ഒരു സൂചനയാണ്. 6ാമത്തെ സൂചന എന്ന് പറയുന്നത് 1ഉം 2ഉം പറഞ്ഞ വീട്ടിൽ തല്ലായിരിക്കുള്ളൂ. ഒരു മനസമാധാനം ഇല്ലാത്ത അവസ്ഥയായിരിക്കുള്ളൂ വീട്ടിൽ. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നെഗറ്റിവിറ്റി കൂടിയതിനൊരു റീസൺ തന്നെയാണ്. ഈ പറയുന്ന പോലെ നമ്മൾ നെഗറ്റിവിറ്റി കൂടുമ്പോൾ നമ്മുടെ ചക്രാസൊക്കെ ഇംബാലൻസ് ആവാൻ തുടങ്ങും. അപ്പോൾ ഈ പറയുന്ന പോലെ വിശുദ്ധിയൊക്കെ അങ്ങോട്ട് മാറിയിട്ട് അവിശുദ്ധിയായി തുടങ്ങും. അല്ലെങ്കിൽ എന്താണ്, വികട സരസ്വതിയൊക്കെ വന്നു തുടങ്ങും വായിലെ കൂടെ. അത് കേൾക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളുടെയും സാധനം പൊട്ടും. അപ്പം എന്ത് പറ്റും? ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായിരിക്കുള്ളൂ. പിന്നെ 7ാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മംഗളകർമ്മത്തിനും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും വീട്ടിൽ. നല്ലൊരു കാര്യത്തിന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കുള്ളൂ. അതായത് അമ്പലത്തിൽ പോകലോ അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ പോലും ചിലർക്ക് പ്രാർത്ഥിക്കാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ പ്രകൃതിയോടൊന്ന് സൂക്ഷിച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പ്രകൃതിയോടും നമ്മുടെ വീട്ടിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളോടൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും. പക്ഷെ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സൂചനകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ തോന്നാത്തത്. സോ ഇതൊക്കെയാണ് സൂചനകൾ. നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ആഭിചാരം അല്ലെങ്കിൽ കൂടോത്രം എന്തെങ്കിലും അങ്ങനത്തെ സംഭവം നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പ്രകടമാവുന്ന സൂചനകൾ എന്ന് പറയുന്നത്. ഇതിന് പരിഹാരമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരങ്ങളൊക്കെ ഉണ്ട്, ഡെഫിനറ്റ്ലി. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പലരും എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണാത്തതുകൊണ്ടാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്കിപ്പോൾ പറഞ്ഞു പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും ഈ പറയുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ട് പൈസ ഒന്നും ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കുള്ളൂ. അപ്പോൾ വലിയ വലിയ പൂജകളോട്ടൊക്കെ ചെയ്യാൻ അവർക്ക് പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പൈസ ഉണ്ടാവില്ല. അവരും എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നുണ്ട്, ഇതിൽ നിന്നും എങ്ങനെ മുക്തി നേടാം എന്നൊക്കെ ചോദിച്ചു വരുന്നവരുണ്ട്. എനിക്ക് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന 2 മന്ത്രങ്ങളുണ്ട്. ഒരു മന്ത്രം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മുന്നത്തെ കുറച്ച് വീഡിയോകളിലൊക്കെ ഞാൻ പറയുന്നുണ്ട്, സുദർശന മന്ത്രം. സുദർശന മന്ത്രം എന്ന് പറയുന്നത് സുദർശനം അറിയാലോ, വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന ചക്രം, സുദർശന ചക്രം, സുദർശന മന്ത്രമാണ്. ഈ സുദർശന മന്ത്രം കുറച്ച് പണിയാണ് പഠിച്ചെടുക്കാൻ. അതായത് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വലിയ മന്ത്രമാണ്. ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചിട്ട് ചൊല്ലുക ദിവസവും. എത്ര വട്ടം എന്ന് പറയുന്നത്, ഞാനൊക്കെ ഒരു 108 വട്ടമൊക്കെ ചൊല്ലാറുണ്ട്. ഞാനങ്ങനെ കണക്ക് പറയുന്നതല്ല. മിനിമം ഒരു 9 വട്ടമെങ്കിലും ചൊല്ലുക ദിവസവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ശിവനോടാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതെങ്കിൽ അഘോരമന്ത്രം. ഓക്കെ, അഘോരമന്ത്രം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രംസൊക്കെ കിട്ടും. ഇതിൻ്റെ ഛന്ദസ്സും കാര്യങ്ങളൊക്കെ ഇതിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കുള്ളൂ ഉചിതം. അല്ലെങ്കിൽ നിങ്ങളിത് പഠിക്കുക, എന്നിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അതായത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതൊന്ന് പുറത്ത് ഇതിൽ നിന്ന് തന്നെ മുക്തി നേടിത്തന്നതിന് നന്ദി എന്ന് പറയുക. രക്ഷപ്പെടുത്തുക എന്നല്ല പറയുന്നത്, കഴിയുക. നമ്മൾ ഫ്യൂച്ചറിലോട്ട് ഇത് കഴിഞ്ഞു പോയി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇനി നിങ്ങൾ ശാക്തേയമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഭദ്രകാളി 10 എന്ന് പറയുന്ന ശ്ലോകമുണ്ട്, ഇത് ചൊല്ലിയാലും മതി. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അത് ചൊല്ലുക. അതേപോലെ ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ കുറച്ചൊന്ന് ലൗഡ് മ്യൂസിക്, ഒരു ചെറിയൊരു മ്യൂസിക്കായിട്ട് വീട്ടിൽ പ്ലേ ചെയ്യുക. അങ്ങനെയൊക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ആ പഴയ പോലത്തെ ഒരു ഹാർമോണി, ഈ പറയണ പോലെ ആ നെഗറ്റിവിറ്റിയൊക്കെ അങ്ങനെ മാറിപ്പോവും. ഈ പറയുന്ന പോലെ പൈസ ഇല്ലാത്തവർ ഇതൊക്കെ ചെയ്യുക. ഞാൻ ഈ പറയുന്ന പോലെ ഒരു മന്ത്രവാദികളുടെ അടുത്തോട്ടും നിങ്ങൾ പോകരുത് എന്ന് ഞാൻ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ഞാനൊരു എൻ്റെ ഇന്നത്തെ, അതായത് ഈ പറയുന്ന പോലെ 26-ാം തീയതി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹൈലൈറ്റിൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റിൽ ഞാൻ ആ സ്റ്റോറി അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തിട്ടേക്കാം, അത് പോയി കണ്ടാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇതേപോലെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണൽ മെസ്സേജസ് അയച്ചു. ഞാൻ വരുന്ന മുറയ്ക്ക് വീഡിയോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. സോ അടുത്ത വീഡിയോ കാണാം ഗൈസ്.
ബൈ.